ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അമ്പതാമത്തെ ശ്ലോകം. 50 തൊട്ടാണല്ലോ ഇനി നമുക്ക് എടുക്കാനുള്ളത്. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സ്ത്യക്ത്വാ രാഗദ്വേഷോ വ്യുതസ്യ ച വിവിക്തസേവീ ലഘ്വാശി യതവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. ബ്രഹ്മഭൂതപ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മच्चित्तः സതതം ഭവ. മच्चित्तः സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അഥ ചേത്വമഹങ്കാരാത് ന ശ്രോഷ്യസി വിനങ്ഷ്യസി. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പര. 50ാമത്തെ ശ്ലോകം. സിദ്ധിം പ്രാപ്തഃ യഥാ ബ്രഹ്മ. സിദ്ധിം പ്രാപ്തഃ സ്വകർമ്മണാ ഈശ്വരം സമഭ്യർച്ച്യ തത്പ്രസാദജാം കായേന്ദ്രിയാണാം ജ്ഞാനനിഷ്ഠാ യോഗ്യതാലക്ഷണാം സിദ്ധിം പ്രാപ്തഃ. സിദ്ധിയെ പ്രാപിച്ചിട്ട്, ഏത് തരത്തിലുള്ള സിദ്ധിയാണ്? ഈ സിദ്ധിക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് ജ്ഞാനനിഷ്ഠ യോഗ്യതാ ലക്ഷണാം സിദ്ധിം എന്ന്. അപ്പം ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത എന്താണോ അതാണ് ഇവിടുത്തെ സിദ്ധി. ചുരുക്കത്തിൽ ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യത നേടലിനെയാണ് ഇവിടുത്തെ സിദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യത നേടുക എന്നുള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പേ കാണുകയുണ്ടായി. 2 കാര്യങ്ങൾ അവിടെ ആവശ്യമാണ്. ഒന്ന്, നമുക്ക് അന്ധക്കരണ ശുദ്ധി വേണം, പിന്നെ ഏകാഗ്രത വേണം, പിന്നെ ഈശ്വരാനുഗ്രഹം വേണം, മനഃപ്രസാദം വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്ന് നമുക്ക് ശ്രവണം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. 2, ശ്രവിച്ചാൽ മാത്രം പോരാ, ശ്രവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള അന്ധക്കരണത്തിൻ്റെ പരിപാകത എന്ന് പറയും. അപ്പോൾ അന്ധക്കരണത്തിൻ്റെ പരിപാകതയും ശ്രവണവും ഇത് രണ്ടും കൂടി ഒത്തുവരണം, എങ്കിൽ മാത്രമേ ജ്ഞാനമുണ്ടാവത്തുള്ളൂ. ഇതിൽ ഈ ശ്രവണം എന്ന് പറയുന്നത് ശ്രോതാവിന് സ്വന്തം നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല ശ്രവണം. ശ്രവണം എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് കേൾക്കലാണല്ലോ. വിചാരം ശ്രവണത്തിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നതാണ് വിചാരം. അപ്പോൾ നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ വിചാരം, ഉറക്കെയുള്ള വിചാരമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് വിചാരം എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ വിചാരം കേട്ടു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് മറ്റൊരാൾ പറയുന്ന വിചാരം കൂടാതെ പറയുകയും നമ്മൾ തന്നെ വിചാരം ചെയ്യുകയും അങ്ങനെയുള്ള അർത്ഥം എടുക്കണ്ട. ഒരാളുടെ വിചാരം അത് അവരുടെ മനസ്സിൽ നിന്നും അവരുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു.
അത് ആ വാക്കുകൾ നമ്മുടെ ചെവികളിലൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് വിചാരമായിട്ട് മാറി. ചുരുക്കത്തിൽ ഒരു വിചാരം ഒരാളുടെ മനസ്സിൽ നിന്നും മറ്റൊരാളുടെ മനസ്സിലേക്ക് കടന്നു വരലാണ് ശ്രവണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ധാതുവിൻ്റെ അർത്ഥം ശ്രവണേ, വിചാരേ, വിചാരം ചെയ്യുക എന്ന്. അപ്പോൾ അതാണ് ശ്രവണം എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ് ശ്രവണം എടുക്കുന്നത്. പിന്നെ ശ്രവണേ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ കേൾക്കൽ എന്നുള്ള അർത്ഥം എടുക്കുക, രണ്ട് തരത്തിൽ എടുക്കുക. അപ്പം ചുരുക്കത്തിൽ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കലും വിചാരം ചെയ്യലും അർത്ഥതലത്തിൽ നമുക്കവിടെ ഒന്നായിട്ട് കിട്ടും. അപ്പം അങ്ങനെ അത് ഒന്ന്. രണ്ടാമത്തേത് വിചാരം ചെയ്യുവാൻ യോഗ്യതയുള്ള അന്ധഃകരണം. ഇപ്പം വിചാരം ചെയ്യാൻ യോഗ്യതയുള്ള അന്ധഃകരണം നേടുക എന്ന് പറയുന്നത് ഒന്ന്, വിചാരം ചെയ്യുക എന്ന് പറയുന്നത് രണ്ട്. ഇങ്ങനെ വിചാരം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈ വിചാര അനന്തരം നമുക്ക് ജ്ഞാനമുണ്ടാകുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് ഭക്തി എന്ന് പറയുന്നത് അത് നിർവചിച്ചു വച്ചിരിക്കുന്ന ഭക്തിയുടെ തലത്തിലേക്ക് ഈ വ്യക്തി എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു തുടർച്ച കാണാം. ഈ തുടർച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദ്യം മുമുക്ഷു, രണ്ടാമതായിട്ട് മുമുക്ഷു മോക്ഷം ഇച്ഛിക്കുന്നവൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പം മുമുക്ഷുവിൽ നിന്നും ജിജ്ഞാസു എന്നതിലേക്ക് എത്തുന്നു. അപ്പം ജിജ്ഞാസു എന്ന് പറയുന്നത് എത്തുന്നത് ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കത്തുള്ളൂ എന്നറിയുമ്പോഴാണ് ജിജ്ഞാസുവായിത്തീരുന്നത്. ജ്ഞാനത്തെ വിട്ടിട്ട് കർമ്മം കൊണ്ട് അല്ലെങ്കിൽ തീർത്ഥാടനം കൊണ്ട് ഇങ്ങനെയുള്ള പല ഉപായങ്ങൾ കൊണ്ട് ഏതുപായം കൊണ്ടാണ് മുക്തി ലഭിക്കുന്നതെന്ന് അറിയാതെ മുക്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടമാണ് ഈ മുമുക്ഷു എന്ന് പറയുന്ന ഘട്ടം. പിന്നീട് ജിജ്ഞാസു എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനാദേവതു കൈവല്യം എന്നതിൽ ഏകദേശം ഒരു അറിവ് വന്നതിന് ശേഷമാണ് ഈ ജിജ്ഞാസു ആകുന്നത്. അപ്പം ഈ മുമുക്ഷു തന്നെയാണ് ജിജ്ഞാസുവായിട്ട് തുടരുന്നത്, അല്ലാതെ മുമുക്ഷുവും ജിജ്ഞാസുവും രണ്ടാൾക്കാരല്ല. ഇപ്പോൾ ജിജ്ഞാസുവുമാണെന്ന് മാത്രമേ ഉള്ളൂ. മുമുക്ഷുവാണ്, പിന്നെ ജിജ്ഞാസുവാണ്. കാരണം മുമുക്ഷു ഇല്ലാതായില്ല. മുമുക്ഷുവാണ് മുക്തനായിത്തീരുന്നത്, ജിജ്ഞാസുവാണ് ജ്ഞാനിയായിത്തീരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജിജ്ഞാസു ജ്ഞാനിയായിത്തീരുന്നു, മുമുക്ഷു മുക്തനുമായിത്തീരുന്നു. മുക്തനും ജ്ഞാനിയും ഒന്നാകുമ്പോൾ അവിടെ നമുക്ക് ആദ്യം തന്നെ കാണാം ഈ മുമുക്ഷുവും ജിജ്ഞാസുവും ഒന്നായതുകൊണ്ടാണ് മുക്തനും ജ്ഞാനിയും ഒന്നാകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജിജ്ഞാസുവിന് ശ്രവണം എന്ന് പറയുന്നത് ജിജ്ഞാസുവിൻ്റെ മാർഗമാണ്. ശ്രവണത്തിലൂടെയാണ് ജിജ്ഞാസു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രവണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശ്രവണം എന്ന് പറയുന്നത് ഗുരുമുഖാത് ശ്രവണം, ഗുരുമുഖാത്ത് ഉപനിഷത്ത് അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ ശ്രവണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജിജ്ഞാസുവിൻ്റെ അന്ധഃകരണത്തിന് ആ ജ്ഞാനം അത് യഥാവിധി അല്ലെ എപ്രകാരമാണോ ഇവിടെ ജ്ഞാനം ഉദ്ദേശിക്കുന്നത് അപ്രകാരം ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള പരിപക്വത അവിടെ അന്ധഃകരണത്തിനുണ്ടാവ സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ടാണ് കർമ്മയോഗം വിധിച്ചിരിക്കുന്നത്. അവിടെയാണ് കർമ്മയോഗത്തിലേക്ക്. അപ്പം ജ്ഞാനമാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആദ്യത്തെ ലക്ഷ്യം കർമ്മയോഗം അനുഷ്ഠിക്കുക എന്നുള്ളത് ആദ്യത്തെ ലക്ഷ്യമായിട്ട് വരുന്നു. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് രണ്ടാമത്തെയും ആ ലക്ഷ്യമായിട്ടുള്ള മുക്തിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതായിട്ട് മാറുന്നു. കാരണം മുക്തി ജ്ഞാനത്താൽ മുക്തിയാണെന്ന് ജ്ഞാനം രണ്ടും ഒന്ന് തന്നെ അറിയാൻ. അപ്പം ജ്ഞാനത്തിന് വേണ്ടി കർമ്മയോഗം അനുഷ്ഠിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തിന് വേണ്ടി കർമ്മയോഗം അനുഷ്ഠിക്കുന്നു എന്നതിനെ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്, സിദ്ധിം പ്രാപ്തഃ. അപ്പോൾ അന്ധഃകരണ ശുദ്ധി കർമ്മയോഗത്താൽ ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യമാകുന്ന തരത്തിൽ അന്ധഃകരണം മാറിയതിനെയാണ് ഇവിടെ സിദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് സിദ്ധി. അപ്പം നമുക്കവിടെ നമുക്കൊരു അന്ധഃകരണ ശുദ്ധി രൂപമായിട്ടുള്ള സിദ്ധി. അപ്പോൾ ഒന്ന് അന്ധഃകരണത്തിൻ്റെ ശുദ്ധി, രണ്ട് അന്ധഃകരണത്തിൻ്റെ നൈശ്ചര്യം, നിശ്ചരത എന്ന് പറയും. അപ്പം നൈശ്ചര്യം എന്ന് പറഞ്ഞാൽ അന്ധഃകരണത്തിന് ഇളകാതിരിക്കാനുള്ള ആ കഴിവ്. ഇപ്പം അന്ധഃകരണത്തിൻ്റെ ഇളകാതിരിക്കലിൻ്റെ കഴിവിനെ തന്നെയാണ് യോഗസൂത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്.
അപ്പോൾ അന്ധഃകരണത്തിൻ്റെ നൈശ്ചര്യം എന്ന് പറയുന്നതും യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത് ഏതാണ്ടൊരു അർത്ഥതലത്തിൽ ഏതാണ്ട് ഒന്നായിട്ട് തീരുവത്. അപ്പോൾ ആ അന്ധഃകരണത്തിൻ്റെ ഇളകാതിരിക്കൽ എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ നിന്നും മാറിപ്പോവാതിരിക്കൽ. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബാഹ്യേന്ദ്രിയ വിഷയമല്ല ഉദ്ദേശിക്കുന്നത്. പകരം വിഷയം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ ആത്മാ എന്ന വിഷയത്തിൽ നിന്നും അല്ലെങ്കിൽ ആത്മവിചാരത്തിൽ നിന്നും മാറാതിരിക്കത്തക്ക വിധത്തിൽ ധൃതി ധാരണാശേഷി ഉള്ള ആത്മധാരണ ആത്മജ്ഞാനം ആണ് ഇവിടെ അന്ധഃകരണത്തിലുള്ളത്. അതിൽ നിന്നും മാറാതിരിക്കത്തക്ക വിധത്തിൽ ഉള്ള സ്ഥിരത, ആത്മവിചാരത്തിൽ സ്ഥിരതയുള്ള അത് ലക്ഷ്യം, മാർഗം, ആത്മവിചാരം ഇതിൽ നിന്നും മാറാത്ത ആ അന്ധഃകരണത്തിൻ്റെ ആ സ്ഥിതിയെയാണ് അന്ധഃകരണ നൈശ്ചര്യം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡിറ്റർമിനേഷൻ എന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ നമുക്ക് മറ്റൊരു ലക്ഷ്യമില്ല. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലക്ഷ്യമില്ല. ജസ്റ്റ് ആ ഒരു മറ്റൊരു വഴിയില്ല പോകാൻ. അതാണ് ഒരേ വഴിയേ ഉള്ളൂ. അതാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്. അനേക വഴികൾ കാണുന്നത് ആദ്യകാലത്താണ്. ഈ മുമുക്ഷു എന്ന തലത്തിൽ അന്വേഷകനായിട്ട് ജിജ്ഞാസു എന്ന തലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുമുക്ഷു ഏതേത് മാർഗങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് അന്വേഷിച്ച് നടക്കും. അപ്പോൾ ആ അന്വേഷണങ്ങൾ അതേ തരത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോഴും ഈ വ്യക്തിക്ക് തുടരുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഈ വ്യക്തിയുടെ മുന്നിൽ അനേക മാർഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന നൈശ്ചര്യം എന്ന് പറയുന്നത് ലഭിച്ചിട്ടില്ല. ഏകാഗ്രത ഉണ്ട്, പക്ഷേ അത് ഭിന്ന വിഷയങ്ങളിലേക്കുള്ള ഏകാഗ്രതയായിട്ട് മാറും. ഒരല്പകാലത്തേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ഏകാഗ്രത കാണിച്ചു, പിന്നെ അത് മാറി മറ്റൊന്നിലേക്ക് കാണിച്ചു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സിദ്ധി എന്ന് പറയുന്നത് കിട്ടത്തില്ല. ഇവിടെ മറ്റൊരു മാർഗമില്ല എന്ന് തിരിച്ചറിയലാണ് ഇവിടുത്തെ ഈ അന്ധഃകരണ ശുദ്ധിക്കും അന്ധഃകരണത്തിൻ്റെ നൈശ്ചര്യത്തിനും കാരണമായിരിക്കുന്ന കർമ്മയോഗ ഫലസിദ്ധി കിട്ടുന്നതിൻ്റെ ലക്ഷണം. ആ കർമ്മയോഗ ഫലസിദ്ധിയാണ് ഇവിടുത്തെ സിദ്ധി എന്നുള്ള പ്രയോഗത്തിൽ ഭഗവാൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സിദ്ധിം പ്രാപ്ത, അപ്രകാരമുള്ള സിദ്ധിയെ, ഒരു സിദ്ധിയല്ല അവിടെ, അത് തെറ്റാണ്, അപ്രകാരമുള്ള സിദ്ധിയെ പ്രാപിച്ചിട്ട് കർമ്മയോഗ ഫല സിദ്ധി, കർമ്മയോഗ രൂപത്തിലുള്ള കർമ്മയോഗത്തിൻ്റെ ഫലത്തെ സിദ്ധിച്ചിട്ട് കർമ്മയോഗ ഫലസിദ്ധിം പ്രാപ്ത യഥാ ബ്രഹ്മ തഥാപ്നോതി. അപ്പോൾ അതുകൊണ്ടാണ് ഭാഷ്യത്തിൽ ആ പ്രയോഗം നടത്തിയത്. കർമ്മയോഗ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കർമ്മയോഗം അനുഷ്ഠിച്ചു, അതിൻ്റെ ഫലം ലഭിച്ചു. അപ്പോൾ അതാണ് എന്ന് ഡയറക്റ്റായിട്ട് ഇവിടെ പറയുന്നില്ല. പക്ഷേ ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാം, സ്വകർമ്മണ ഈശ്വരം സമഭ്യർച്ച്യ എന്ന പ്രയോഗം നടത്തി. സ്വകർമ്മം കൊണ്ട്, ആ സ്വകർമ്മത്തെയാണ് മുമ്പ് ഭഗവാൻ ഇവിടെ ഗീതയിൽ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത്. സ്വകർമ്മം കൊണ്ട് ഈശ്വരം സമഭ്യർച്ച്യ, ഈശ്വരനെ അർച്ചിച്ചിട്ട്. അപ്പോൾ ഈശ്വരൻ അറിയപ്പെടുന്നവനായിട്ടാണോ അറിയപ്പെടാത്തവനാണെന്ന്? ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അന്വേഷണം തീർന്നു. അപ്പോൾ നമുക്ക് ആരാധന എന്ന് പറയുന്നത് ഈശ്വരന് പൂർണ്ണമായിട്ടും അറിയപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ആരാധന സാധ്യമാകുന്നത്. ഈശ്വരൻ പൂർണ്ണമായിട്ടും അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് മാറി. ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ ഭഗവാൻ തന്നെ ജ്ഞാനീത്വ ആത്മൈവ മേ മതം ഭഗവാൻ പറഞ്ഞ പ്രസ്താവനയാണ്. ജ്ഞാനീത്വ ആത്മൈവ മേ മതം, ഞാനും ഒന്നാകുന്നു അല്ലയോ അർജുന എന്ന് നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ കണ്ടു. ആദ്യകാലങ്ങളിൽ ജ്ഞാനീത്വ ആത്മയേവ മേ മതം, ഇതാണ്. അതുകൊണ്ട് പിന്നെ ആ തലത്തിലേക്കല്ല ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സിദ്ധിം പ്രാപ്ത, സിദ്ധിയെ പ്രാപിച്ചിട്ട് യഥാ ബ്രഹ്മ, എപ്രകാരം യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ, യഥാ ആപ്നോതി തഥാ മേ നിബോധ. അപ്പോൾ എപ്രകാരമാണോ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത്, യഥാ ബ്രഹ്മ ആപ്നോതി, എപ്രകാരം നമുക്ക് ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കുന്നുവോ അതിനെ തഥാ നിബോധ, അത്
അപ്രകാരത്തെ ഞാൻ പറയാം. എങ്ങനെയാണ്? സമാസേനൈവ കൗന്തേയ, ഞാനതിനെ ചുരുക്കി പറയാം. ഇതാണ് സമാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമുക്കിവിടെ കിട്ടും ചുരുക്കുക എന്ന് പറഞ്ഞു. അപ്പം രണ്ട് വാക്കുകൾ, രാമഹാച്ച കൃഷ്ണഹാച്ച എന്ന് പറയുന്ന ഒരു വലിയ രണ്ട് പ്രയോഗമാണല്ലോ. അതിനെ ഒന്ന് ചുരുക്കി കഴിയുമ്പോൾ രാമകൃഷ്ണവും എന്നുള്ള ഒറ്റ വാക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ചുരുക്കലിനെയാണ് സമാസം എന്ന് പറയുന്നത്. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിക്കലാണ് സന്ധി. ഒരുവൻ മറ്റൊരുവനോട് സന്ധിച്ചു. അപ്പോൾ അവൻ സന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ നടക്കുന്നു, വേറൊരാൾ നടക്കുന്നു, രണ്ടുപേരും കൂടെ കൈ പിടിച്ച് നടന്നു കഴിയുമ്പോൾ അവിടെ രണ്ടുപേര് നടക്കുന്നു, സന്ധി എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്നു. രണ്ടുപേരും ചേർന്ന് നടക്കുന്നു. അപ്പം നമുക്ക് കാണാം സന്ധിയിൽ രണ്ടുപേരും ചേർന്നാണ് നടക്കുന്നത്. അതേസമയം സമാസത്തിലാണെങ്കിലോ, സമാസത്തിൽ രണ്ടുപേരും ചേർന്നല്ല നടക്കുന്നത്, പകരം രണ്ടുപേരും കൂടെ ഒരാളായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ പദപ്രയോഗം. അതുകൊണ്ടാണ് രാമകൃഷ്ണൗ എന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്ക് കിട്ടുന്നു, രാമകൃഷ്ണൗ എന്ന്. അപ്പോൾ ഇതാണ് ഈ സമാസം. സമാസം എന്ന് പറഞ്ഞാൽ ചുരുക്കൽ. അപ്പം സമാസേനൈവ കൗന്തേയ, ഹേ കുന്തിപുത്ര അർജുന, ഞാൻ ചുരുക്കി പറയാം. നിഷ്ഠ ജ്ഞാനസ്യ യാ പരാ നിഷ്ഠ ജ്ഞാനസ്യ. അപ്പം ജ്ഞാനസ്യ യാ പരാനിഷ്ഠ, ജ്ഞാനത്തിൻ്റെ ഈ പരമമായിട്ടുള്ള നിഷ്ഠ ഏതെന്നാണോ അതിനെ ഞാൻ ചുരുക്കി പറയാം, അല്ലയോ അർജുന. അപ്പോൾ അതിന് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ജ്ഞാനസ്യ യാ പരാനിഷ്ഠ എന്ന് പറയുമ്പോൾ യാ സ്ത്രീലിംഗം, പരാ സ്ത്രീലിംഗം, നിഷ്ഠ സ്ത്രീലിംഗം. അപ്പം യാതൊന്നാണോ പരമമായിട്ടുള്ള നിഷ്ഠ, അതിന് തന്നെ യാ പരാ സാ നിഷ്ഠ എന്ന്. അപ്പോൾ യാതൊന്നാണോ പരമായിട്ടുള്ളത് ആ നിഷ്ഠ, അതേതിൻ്റെ? ജ്ഞാനസ്യ നിഷ്ഠ. ജ്ഞാനം നപുംസകമാണ്, പക്ഷേ നിഷ്ഠ സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ജ്ഞാനസ്യ പരാനിഷ്ഠ. അപ്പം അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഭാഷ്യത്തിൽ ഈ ഒരു വാക്യം കാണാം, നമുക്ക് കാണാം. കീദൃശീ സാ, ഏത് തരത്തിലുള്ളതാണ്? അപ്പം കീദൃശീ സാ, കീദൃശം തത്ത്, കീദൃശഃ സഹ, ഇങ്ങനെ പോകുന്നത്. പുല്ലിംഗമാണെങ്കിൽ കീദൃശഃ, നപുംസകമാണെങ്കിൽ കീദൃശം. ഇവിടുത്തെ സ്ത്രീലിംഗമായതുകൊണ്ട് കീദൃശി, ഏത് തരത്തിൽ. അപ്പം ഈ കീദൃശഃ താദൃശഃ, ഇങ്ങനെ നമുക്ക് രണ്ട് വാക്ക് കാണാം. താദൃശഃ എന്ന് പറഞ്ഞാൽ അതുപോലെ, കീദൃശഃ എന്ന് പറഞ്ഞാൽ ഏതുപോലെ. അപ്പം കീദൃശി സാ നിഷ്ഠ, ഇവിടെയാണ് നിഷ്ഠയുമായിട്ട് ചേർക്കണം. ഏത് തരത്തിലാണ് ആ നിഷ്ഠ? യാദൃശം, ഇവിടെ നമുക്ക് കാണാം യാദൃശ എന്നുള്ള വാക്കും വീണ്ടും കിട്ടി. അപ്പം കീദൃശ, സാദൃശ, യാദൃശ, ഇങ്ങനെയൊക്കെയുള്ള കീദൃശ, യാദൃശ, ഈ മാതിരിയുള്ള വാക്കുകൾ നമുക്കവിടെ കിട്ടും. യാദൃശം ഏത് തരത്തിലുള്ളതാണോ ആത്മജ്ഞാനം. അപ്പം യാദൃശം ആത്മജ്ഞാനം, ആ തരത്തിലുള്ളതാണ് നിഷ്ഠ എന്ന്. അപ്പം നിഷ്ഠ എപ്രകാരം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആത്മജ്ഞാനത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് നിഷ്ഠ. അതുകൊണ്ട് ആത്മജ്ഞാനം ഏത് തരത്തിലാണോ അത് തന്നെയാണ് നിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മജ്ഞാന നിഷ്ഠ, ചുരുക്കത്തിൽ ഇത്രയുള്ള ആത്മജ്ഞാന നിഷ്ഠ. അപ്പം ഭാഷ്യത്തിനോട് നമ്മൾ പോയി കഴിഞ്ഞാൽ കീദൃക് തത്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആത്മജ്ഞാനത്തിനനുസരിച്ചാണ് നിഷ്ഠ എന്ന് പറഞ്ഞു. അപ്പം കീദൃക് തത്ത്. അപ്പോൾ ആത്മജ്ഞാനം എന്ന നപുംസകമായതുകൊണ്ട് അടുത്ത ചോദ്യം നപുംസകത്തിൽ ചോദിച്ചിരിക്കുന്നു, കീദൃക് തത്ത്. അപ്പം തത്ത് ജ്ഞാനം കീദൃക്, ആ ജ്ഞാനം ഏതു വിധത്തിൽ. അപ്പോൾ ഇത് നമ്മൾ രസമാണ്. ഇങ്ങനെ പോയി നോക്കി കഴിയുമ്പോൾ ഒരു വാക്യം എടുത്തിട്ട് ആ വാക്യത്തിൻ്റെ ചോദ്യം ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം കിട്ടുന്നു. അതെ, കീദൃക് തത്ത്, തജ്ഞാനം കീദൃക്. യാദൃശ ആത്മാ, യാദൃശ ഇത് പുല്ലിംഗമാണ്, ആത്മാ പുല്ലിംഗമായതുകൊണ്ട് യാദൃശ ആത്മാ താദൃശ നിഷ്ഠ. അപ്പം ഏത് തരത്തിലാണോ ആത്മാ, ഇവിടെ എന്താ ജ്ഞാനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം താദൃശം ജ്ഞാനം, യാദൃശ ആത്മാ താദൃശ ജ്ഞാനം. ഏതു തരത്തിലാണോ ആത്മാ ആ തരത്തിലാണ് ജ്ഞാനം. ഏത് തരത്തിലാണോ ജ്ഞാനം ആ തരത്തിലാണ് നിഷ്ഠ. അപ്പോൾ ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവന് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് അവൻ ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ആത്മാവിനെ കുറിച്ച് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനനിഷ്ഠ എന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റിദ്ധാരണ എടുക്കരുത്. കാരണം എന്തിലെങ്കിലും അവന് ജ്ഞാനമുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ജ്ഞാനനിഷ്ഠയോട് കൂടിയുള്ളവനാണ് എന്നെടുക്കരുത്. അവന് ജ്ഞാനനിഷ്ഠ എന്ന് പറയണമെങ്കിൽ ആത്മാജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനനിഷ്ഠ എന്ന് പറയത്തുള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം വേദത്തിൽ നിഷ്ഠയുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ആത്മനിഷ്ഠയുള്ളവനെന്ന് പറയാൻ പറ്റുമോ? കാരണം വേദത്തിൽ നിഷ്ഠയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേദജ്ഞാനം മാത്രമേ അവനുള്ളൂ, ആത്മജ്ഞാനമില്ല. അത് രണ്ടാണ്. അതുകൊണ്ടാണ് തത്രാപര ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷന്തി യയാ പര തഥ അധിഗമ്യതേ സാ പര എന്നുള്ള ആ രീതിയിൽ പരാവിദ്യയെക്കുറിച്ചുള്ള അവിടെ ഉള്ളൊരു പ്രയോഗമുണ്ട്. പരാവിദ്യ അപരാവിദ്യയും തമ്മിൽ വേർതിരിക്കുന്ന മുണ്ടകോപനിഷത്തിലുള്ള പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഇവിടെയും ഇതേമാതിരി വേദത്തിൽ അപരാവിദ്യയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പരാവിദ്യയെക്കുറിച്ചല്ല. ഇവിടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് പരാവിദ്യയാണ്. പരാവിദ്യ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെയാണ് ജ്ഞാനസ്യ യാ പര. പക്ഷേ ഇവിടെ ഇപ്പം പര എന്ന് പറഞ്ഞിരിക്കുന്നത് വിശേഷണമായിട്ടാണ്, നിഷ്ഠയുടെ വിശേഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് പരാവിദ്യ, വിദ്യയുടെ വിശേഷണമായിട്ടാണ് പര പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അവിടെ പരാവിദ്യ എന്ന് പറഞ്ഞതിന് സമമായിട്ട് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ പരം ജ്ഞാനം എന്നുള്ളതാണ് പ്രയോഗം. കാരണം വിദ്യയ്ക്ക് പകരം ജ്ഞാനം ഉപയോഗിച്ചാൽ പരം ജ്ഞാനം എന്ന് പറയണം. ഇവിടെ ഇപ്പം നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് പര പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിഷ്ഠയുടെ വിശേഷണമായിട്ടാണ് പര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കീദൃശഃ അസൗ യാദൃശഃ ഭഗവതാ ഉക്തഃ ഉപനിഷദ് വാക്യൈഹി ച ന്യായതശ്ച. അപ്പം പിന്നെ അടുത്ത ചോദ്യം, ഇപ്പം പറഞ്ഞല്ലോ, ഓരോന്ന് ക്രമമായിട്ട് നോക്കിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ജ്ഞാനം? എങ്ങനെയാണോ ആത്മാ അങ്ങനെയാണ് ജ്ഞാനം. പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ആത്മാ? ഈ വിഷയത്തിലാണ് എല്ലാവരും അവരവരുടെ തോന്നിയതുപോലെ പറയുന്നത്. തോന്നിവാസം പറയലും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ഈശ്വരൻ്റെ കാര്യത്തിൽ ഇതേമാതിരിയാണ്, തോന്നിയതുപോലെ പറയുകയും തോന്നിവാസം പറയുകയും ചെയ്യും. പിന്നെ ആത്മാവിൻ്റെ കാര്യത്തിൽ ഇതേമാതിരിയാണ്, തോന്നിയതുപോലെ പറയുക എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞതുപോലെ പറഞ്ഞു കളയും, അറിയാമെന്നുള്ള വിചാരത്തിലും പറഞ്ഞു കളയും. ഇതാണ്. പിന്നെ മറ്റവൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു വിനോദമാക്കിക്കൊണ്ടും പറഞ്ഞു കളയും. പിന്നെ അവനവൻ്റെ തന്നെ വാക്കിൽ ആസ്വാദനം കൊണ്ടും വേണമെങ്കിൽ പറഞ്ഞു കളയും. കാരണം മറ്റവനെ അമ്പരപ്പിച്ച് നിർത്തുന്നതിനകത്തൂടെ ഒരു ആഹ്ലാദത്തിൽ പറഞ്ഞു പോയി കഴിയുമ്പോൾ അങ്ങ് തുടർത്തു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവനിങ്ങനെ വായും പൊളിച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ആത്മാ എന്ന നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആത്മാ? യാദൃശഃ ഭഗവതാ ഉക്തഃ, എങ്ങനെയാണോ ഭഗവാനാൽ പറയപ്പെട്ടത്. അതുകൊണ്ടാണ് ഭഗവതാ ഉക്തഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉക്തഃ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു എന്നുള്ളത് ഭഗവാനാൽ പറയപ്പെട്ടത് ഭഗവാനാൽ എന്ന് തൃതീയ എടുക്കണം. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഉക്തഃ എന്ന് പറയുന്നത് പറയപ്പെട്ടത് എന്നർത്ഥം കിട്ടും. അപ്പോൾ അങ്ങനെ അതായത് കഴിഞ്ഞു പോയതാണ്, സംഭവം കഴിഞ്ഞു പോയിട്ടുള്ളതാണ് പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് തൃതീയ കേസിൽ വേണം. കർത്താവ് അവിടെ തൃതീയയിലിട്ടു. അതുകൊണ്ട് ഭഗവതാ എന്ന് അല്ല. ഇനിയിപ്പോൾ അത് ഈ ഉക്തഃ എന്നുള്ളത് നമുക്ക് ടെൻസിലാണ് പ്രയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഉവാച എന്നുള്ള പറയുമല്ലോ. അപ്പം ഭഗവാൻ ഉവാച ഭഗവതാ ഉക്തഃ എന്ന്. ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവദത്ത്, ഭഗവാൻ അവദത്ത് എന്ന് പറയുന്നു. ഇങ്ങനെ അതൊക്കെ നമുക്ക് അങ്ങനെ ടെൻസിൽ അങ്ങനെ മാറ്റി പറയാം. ഭഗവാൻ പറഞ്ഞു, പറയുന്നു, പറഞ്ഞു, പറയും എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിലേക്ക് പറയുമ്പോൾ ഉക്തഃ പറയപ്പെട്ടു. അപ്പം പറയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് പറയപ്പെട്ടു? ആരാൽ. പിന്നെ നമ്മൾ ഉടനെ ചോദിക്കുന്നത് ആരാലെന്നാണ്. ആര് പറയപ്പെട്ടു എന്ന് പറയത്തില്ല, ചോദിക്കത്തില്ലല്ലോ. ആരാൽ പറയപ്പെട്ടു എന്നല്ലേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെയാണ് തൃതീയ വരുന്നത്. അതുകൊണ്ടാണ് ഭഗവതാ എന്ന്.
പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞാലോ, പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാൽ പറഞ്ഞു എന്ന് ചോദിക്കത്തില്ല, ആര് പറഞ്ഞു എന്നേ ചോദിക്കത്തില്ല. അപ്പോൾ അവിടെ പ്രഥമ എടുക്കണം. ഭഗവാൻ ഉവാച എന്ന് പറയും. അത് നമ്മൾ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും തൃതീയ എവിടെ പ്രയോഗിക്കണം, പ്രഥമ എവിടെ പ്രയോഗിക്കണം. അപ്പം ഭഗവത ഉക്ത, ഭഗവാനാൽ പറയപ്പെട്ടു. അപ്പം ഭഗവാനാൽ പറയപ്പെട്ടത് എവിടെയാണ്? ഉപനിഷദ് വാക്യേഹി ച ന്യായതശ്ച. അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന്. അപ്പോൾ ഇതും വെച്ചുകൊണ്ട് ആൾക്കാർ വേണമെങ്കിൽ പറയാം അത് അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നതിലേക്ക് പോകരുത്. പകരം ഉപനിഷദ് വാക്യേഹി, ഉപനിഷത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് എങ്ങനെ. പിന്നെ ന്യായതശ്ച, ന്യായതഃ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തെയാണ്. ബ്രഹ്മസൂത്രത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് ബ്രഹ്മസൂത്രമാണ് ഉപനിഷത്തുകളുടെ വ്യാഖ്യാനം. അല്ലെങ്കിൽ ഉപനിഷത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അനലൈസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റാണ് ബ്രഹ്മസൂത്രം. അതുകൊണ്ട് അതിനെ ന്യായസൂത്രങ്ങൾ എന്നും പറയും. അപ്പം ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായം വൈശേഷികം ആ ന്യായത്തിൽപ്പെട്ടതല്ല, അത് വേറെ. ന്യായം വൈശേഷികം സാഖ്യം യോഗം പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന് പറഞ്ഞ ഷഡ്ദർശനങ്ങളുണ്ട്. ആ ഷഡ്ദർശനങ്ങളിൽ ഒന്നാണ് ന്യായം. ആ ന്യായവുമായിട്ട് ബന്ധമുള്ളതല്ല ഇവിടെ പറഞ്ഞ ന്യായം. ഇവിടെ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിനെയാണ് പറയുന്നത്. ന്യായഗ്രന്ഥം എന്നുള്ള പ്രയോഗമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു ഭഗവത്ഗീതത്തിൻ്റെ ഒരു ശ്ലോകം കണ്ടായിരുന്നല്ലോ മുമ്പ്. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്ര പദൈശ്ചൈവ എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു. അവിടെയാണ് ബ്രഹ്മസൂത്ര പദൈശ്ചൈവ. അപ്പോൾ അവിടെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞില്ല. ആ ബ്രഹ്മസൂത്രത്തെ ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ് ന്യായതഃ എന്ന്. ന്യായതഃ എന്നുള്ള ന്യായഗ്രന്ഥത്തിലും എന്നുള്ളത്. അതിനെയാണ് പ്രസ്ഥാനത്രയീ എന്ന് പറയുന്നത്. പ്രസ്ഥാനത്രയീ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപനിഷത്ത്, രണ്ട് ബ്രഹ്മസൂത്രം, മൂന്നാമതായിട്ട് ഭഗവത്ഗീത. ഇങ്ങനെ വരുമ്പോഴാണ് ഇതിനെ പ്രസ്ഥാനത്രയീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്രയീ പഠിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും ഈ ആചാര്യൻ എന്നുള്ള സ്ഥാനത്തിലേക്ക് എത്തുന്നത്. പ്രസ്ഥാനത്രയീ പഠിക്കണം എന്നുള്ളതാണ് ആചാര്യൻ എന്നുള്ളതിലേക്ക്. അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംശയമൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാവത്തില്ല. അതാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ ഇതൊരു വലിയ അലങ്കാരവും സ്ഥാനവും അല്ലെങ്കിൽ എന്താണ് സ്ഥാനാരോഹണവും തലയിൽ കിരീടം വെച്ചിട്ടുള്ള പട്ടാഭിഷേകത്തിന് യോഗ്യനായി എന്നുള്ള അർത്ഥത്തിലല്ല. പ്രസ്ഥാനത്രയം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവിൻ്റെ കാര്യത്തിൽ മുക്തിയുടെ കാര്യത്തിലൊന്നും സംശയം ഉണ്ടാകത്തില്ല എന്നുള്ളത്. ഇത് അവനവൻ്റെ സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. അല്ലാതെ നമ്മളിത് പട്ടം ലഭിക്കാനല്ലല്ലോ, പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ളത്. പട്ടാഭിഷേകം പണ്ട് രാജാക്കന്മാരായിരുന്നു. അത് പിന്നെ മഠാധിപതിമാരാകുകയും പട്ടാഭിഷേകം നടത്തും. കാശ് ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടാഭിഷേകം നടത്താൻ പ്രശ്നമൊന്നുമില്ല. കാരണം എന്തിനാ പട്ടാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ അധികാരി ഇദ്ദേഹമാണെന്ന് 4 പേരെ അറിയിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടി വരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കാണിക്കണം. കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടവൻ കൊണ്ടുപോയി കളയും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടാഭിഷേക പരിപാടികളൊക്കെ വെച്ചത്. അത് പിന്നെ ഇപ്പം തന്നെ ഇപ്പോഴും അതൊരു അലങ്കാരമായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ പട്ടാഭിഷേകം നടത്തി കഴിയുമ്പോഴത്തേക്ക് ഇതുവരെ ഇല്ലായിരുന്ന ബ്രഹ്മജ്ഞാനം പുതുതായിട്ട് ഉണ്ടാകലോ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് തന്നെ അതുവരെ ഇദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ അധികാരമില്ലായിരുന്നു. പട്ടാഭിഷേകം നടത്തോടുകൂടി ഇദ്ദേഹം ബ്രഹ്മജ്ഞാനം ചില വീഡിയോയിനകത്ത് കാണുന്ന മാതിരി ഇങ്ങനെ എടുത്തിട്ട് ബ്രഹ്മജ്ഞാനം വേദറി പോകലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതൊന്നും കുറ്റമല്ല പറഞ്ഞത്, ഇതൊക്കെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനെ കുറ്റമായിട്ട് എടുക്കണ്ട. കാരണം ഇതൊന്നുമല്ല ആത്മജ്ഞാനവും ബ്രഹ്മജ്ഞാനത്തിനെയും കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് പ്രാധാന്യമുള്ളതായിട്ട് വരാനേ പാടില്ല. പിന്നെ അപ്പോൾ എന്താണ് പ്രാധാന്യമുള്ളതായിട്ട് വരേണ്ടത്? മറ്റ് ചില കാര്യങ്ങൾ. അതിതൊക്കെയാണ് ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃത്യാത്മാനം യമ്യച ശബ്ദാദീൻ വിഷയാൻ സ്ഥിത്വാ രാഗദ്വേഷൗ യുതസ്യ ച. പ്രാധാന്യം കൊടുക്കേണ്ട വഴി ഏരിയ ഏതൊക്കെയാണെന്നാ? ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ. ഒന്നാമത് വിശുദ്ധയാ ബുദ്ധ്യാ യുക്തഃ. ആദ്യം നോക്കേണ്ടതാണ് ബുദ്ധിശുദ്ധിയായോ എന്ന് നോക്കുക. അപ്പം ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ.
അപ്പോൾ ശുദ്ധ ബുദ്ധിയോട് കൂടിയവനായിട്ട്, ഇതാണ് ഏറ്റവും വലിയ പാട് പിടിച്ച കാര്യം. അവനവൻ്റെ ബുദ്ധി ശുദ്ധമാണെന്ന് നാട്ടുകാർ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് വിശ്വാസം വരത്തുള്ളൂ. ഇതല്ലേ എന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പറയുകയും ചെയ്യും, എൻ്റെ ബുദ്ധി ശുദ്ധമല്ല, എൻ്റെ മനസ്സ് ശുദ്ധമല്ല. നമ്മുടെ മനസ്സ് ശുദ്ധമല്ല എന്ന് നമ്മൾ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മനസ്സ് ശുദ്ധമല്ല എന്ന് സർവരും ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. കൂട്ടത്തിൽ നമ്മളെന്തിനാ ഈ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നമ്മളെന്തിനാ നമ്മളെ തന്നെ അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മളെ കല്ലെറിയാൻ? അല്ലേ തന്നെ മറ്റുള്ളവർ നമ്മളെ കല്ലെറിയുക. ഒരു കല്ലെടുത്ത് അവനവൻ്റെ തലയിൽ അവനവൻ്റെ കൈ കൊണ്ട് അവനവൻ്റെ തലയിൽ തന്നെ എടുത്താട്ടിക്കുന്നത് പോലെയല്ലേ നമ്മളും സ്വയം പറഞ്ഞാൽ ഞാൻ ശുദ്ധമല്ല, എൻ്റെ മനസ്സ് ശുദ്ധമല്ല, എൻ്റെ ബുദ്ധി ശുദ്ധമല്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ, നമ്മുടെ തലയെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യെങ്കിലും ഉപയോഗിക്കണം. ചുരുക്കത്തിൽ ബാക്കിയുള്ളവർ നമ്മൾ ശുദ്ധമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ശുദ്ധമാണ് എന്ന രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ മാറ്റണം. അതുകൊണ്ട് ബുദ്ധിയാ വിശുദ്ധയാ യുക്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഒന്നും വെക്കേണ്ട കാര്യമില്ല. എൻ്റെ മനസ്സ് ശുദ്ധമല്ലയോ എന്നുള്ളത് നമ്മളെന്താ വിചാരിക്കേണ്ടത്? ഞാൻ സർവാത്മന ഈശ്വരന് സമർപ്പിച്ച ബുദ്ധിയാണ് എൻ്റേത്. ഈശ്വരന് സമർപ്പിച്ച ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരന് സമർപ്പിച്ച മനസ്സ്, ഈശ്വരന് സമർപ്പിച്ച ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ സമർപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയോ ആവട്ടെ, ഇപ്പോൾ ഒരിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഈശ്വരൻ്റെയാണ്. അതിനകത്ത് എവിടെയാണ് അശുദ്ധം വരുന്നത്? അതുകൊണ്ട് സമർപ്പിക്കുന്നതിന് മുമ്പുള്ളത് ഐ ഡോണ്ട് കെയർ. കാരണം സമർപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ഓണർ ഞാനായിരുന്നിരിക്കാം. സമർപ്പിച്ചു കഴിഞ്ഞാലോ എൻ്റെ ഓണർഷിപ്പ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അത് എൻ്റെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ആയി. അതുകൊണ്ട് എൻ്റെ ആയിരുന്നു, അത് ഭഗവാന്റെ ആയി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. ഇപ്പോഴെന്താ പറയേണ്ടത്? ഈ ഒക്കത്തൊതർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ എന്നുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ നാമകത്തിൽ. ഈ ത്വതർപ്പണം, അങ്ങേക്ക് അർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈശ്വരാർപ്പണമായി എന്ന്. നമ്മൾ ഈ കർമ്മഫലം സമർപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ബുദ്ധി സമർപ്പിച്ചെങ്കിൽ മാത്രമേ അത് പിന്നുള്ള സമർപ്പണം പൂർണ്ണമാകത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഈ മനസ്സ്, ബുദ്ധി, ശരീരം, കായേന, ഇന്ദ്രിയേണ, പിന്നെന്താ മനസ്സ, ഇതെല്ലാം ഉണ്ടല്ലോ, വാച, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം സമർപ്പണത്തിനെയാണ്, അവിടെയാണ് നമ്മുടെ ആ കൂട്ടത്തിലാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ബുദ്ധി ഈശ്വരനെ സമർപ്പിക്കുന്നത് കർമ്മയോഗത്തിലൂടെയാണ്. അതിനെ തന്നെയാണ് ഭക്തി എന്നും പറയുന്നത്. അപ്പം കർമ്മയോഗവും ഭക്തിയും ഇവിടെ ഒന്നാകുന്നു. അല്ലാതെ കർമ്മയോഗവും ഭക്തിയും രണ്ടായിട്ട് കണ്ടാൽ ഭഗവത്ഗീത ഒരു അധ്യായം പോലും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. കർമ്മയോഗം വേറെ, ജ്ഞാനയോഗം വേറെ, ഭക്തിയോഗം വേറെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ രാജയോഗം വേറെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ ഒരു അധ്യായം പോലും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ ഈശ്വരനെ സമർപ്പിക്കുമ്പോൾ അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അങ്ങനെ സമർപ്പിക്കുന്നതിനെ തന്നെയാണ് ഭക്തി എന്നും പറയുന്നത്. വേറൊന്നുമല്ല, ഭക്തി വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടത് പിന്നീട് സമർപ്പിക്കപ്പെട്ടത് ഭഗവാനിലൊന്നും നിൽക്കത്തില്ല. അതാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഭഗവാന് എന്താണ് ഒരു ഇതുണ്ടല്ലോ, ഒന്നും പോയിട്ട് ഒട്ടാത്തതും എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ ജ്ഞാനപ്പാനയിൽ. അപ്പോൾ അതിൽ പറയുന്നതല്ല, ഒന്നിനോടും പോയി ചേരാത്തവനും ഒന്നും പോയിട്ട് തന്നിലേക്ക് ചേരാൻ സമ്മതിക്കാത്തവനും എന്നുള്ള രീതിയിൽ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരനിലേക്കാണ് സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ സമർപ്പിക്കപ്പെട്ടത് ഭഗവാനിൽ നിൽക്കത്തില്ലെങ്കിൽ പിന്നെ ആരിലേക്ക് തിരിച്ചു വരുന്നു? ആരാണോ സമർപ്പിച്ചത് അവനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ അവനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ വരുന്നത് പോയത് ഇവനിൽ നിന്നാണ്, പക്ഷെ തിരിച്ചു വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അങ്ങനെ ഭഗവാനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതുകൊണ്ട് ബുദ്ധി ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഇവനിൽ നിന്നാണ് ബുദ്ധി ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെ സമർപ്പിക്കാനുള്ള ശേഷി അവനവിടെ ലഭിച്ചു എങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇവനിൽ നിന്ന് വിട്ടു. ആ വിട്ടതിന് ശേഷം ഭഗവാനിലേക്കാണ് അത് പോയത്. ഭഗവാനിലത് നിൽക്കത്തില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഇവന് ബുദ്ധി ഇല്ലാണ്ടായി പോകും. ഇവൻ്റെ ബുദ്ധി ഭഗവാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവനെവിടെയാണ് ബുദ്ധി? ഇവൻ പിന്നെ മന്ദബുദ്ധിയായിട്ട് നടക്കുമല്ലോ, പിന്നെ മനസ്സില്ലാത്തവനായിട്ട് പോകും. അതോടുകൂടിയിട്ട് ഇവന് പിന്നെ ബോധം കെട്ടവനായിട്ട് പോകും. പിന്നെ ശരീരവും സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെവിടെയാണ് ശരീരം? പിന്നെ നമ്മൾ ഇവനെ പിന്നെ കാണത്തില്ല, ഇവനെ ആവിയായിട്ട് പോകും. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പം എന്താ
എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്പാനയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനോടും പോയി ചേരാത്തവനും ഒന്നും തന്നെ തന്നിലേക്ക് ചേരാൻ സമ്മതിക്കാത്തവനും. കൃത്യമായ വരി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള, അപ്പം അത് കാരണം പോയത് അതേമാതിരി തിരിച്ചു വരുമ്പോൾ ബുദ്ധി ഇപ്പോൾ തിരിച്ചു വന്നാൽ പ്രത്യേകതയുണ്ട്. ഭഗവാനിൽ നിന്ന് വന്നാണ്. ഭഗവാനിൽ നിന്ന് വന്നതിനെ പ്രസാദമായിട്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്നത് പ്രസാദമാണ്. പ്രസാദ ബുദ്ധി എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് പ്രസാദ ബുദ്ധി എന്നുള്ളത്. ബുദ്ധി പ്രസാദമായി. അപ്പം ബുദ്ധിയിലൊരു പ്രസാദം ബുദ്ധിയിലൊരു പ്രസാദ ബുദ്ധി കൊണ്ടുവരില്ലല്ലോ ചെയ്യുന്നത്, ബുദ്ധി തന്നെ പ്രസാദമായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലോ, ബുദ്ധി തന്നെ പ്രസാദമായി കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് വിശുദ്ധം. അപ്പോഴാണ് വിശുദ്ധം. പ്രസാദം വിശുദ്ധമാണ്, നിത്യശുദ്ധമാണ് പ്രസാദം. പ്രസാദത്തിൽ അശുദ്ധി അത് വരുത്തേണ്ട കാര്യമില്ല, പ്രസാദം തന്നെ ശുദ്ധമാണ്. അതായത് ഭഗവാൻ നമ്മൾ സാധാരണ ഗതി ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കി ഒരു സങ്കല്പം. അപ്പം ഇവിടുന്ന് നമുക്ക് പ്രസാദം കിട്ടി, പൂവ് ഭഗവാനിന് പ്രസാദം കിട്ടി. ഉടനെ അത് ശുദ്ധമാക്കാൻ വെള്ളം കുടഞ്ഞിട്ട് ആരും ശുദ്ധമാക്കാൻ പോകത്തില്ല. കാരണം അതിനേക്കാൾ അത് പവിത്രമാക്കുന്നതാണ്. അത് തന്നെ അതിൽ കൂടുതൽ ശുദ്ധം വേറെ എന്താ ഉള്ളത്? അതിനെ പവിത്രമാക്കുന്നത് കൊണ്ടാണല്ലോ അത് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ ഈ ബുദ്ധി എന്തായി? ബുദ്ധി ശുദ്ധമായി. അതുകൊണ്ട് ഒരിക്കൽ ഒക്കത്തൊതർപ്പണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മളൊന്ന് സമർപ്പിക്കുന്നു എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അവിടെ കാണുന്ന ബുദ്ധിയെ ഈശ്വരപ്രസാദമായിട്ടാണ്, അത് തുടർച്ചയായിട്ടാണ് എല്ലാം പിന്നെ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ബുദ്ധ്യാ വിശുദ്ധയാ യുക്ത. ഇതല്ലാണ്ട് നമ്മൾ ബുദ്ധിക്കും ശുദ്ധിക്കും വേണ്ടിയിട്ട് ഇവിടെ മൂക്ക് വലിച്ചുകൊണ്ടിരിക്കും, മൂക്കുപിടി വലിക്കാമെന്നല്ല പറഞ്ഞത്. മൂക്കും വലിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കാതെ, ഈശ്വരനും നമ്മളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാതെ, സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് സാധ്യമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് വട്ടത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ദന്ദ്രമ്യമാണ പര്യന്തി മൂഢ അന്ധേനൈവ നിയമാനായ താന്ത, മുണ്ടകോപനിഷത്തിനുള്ള ആ മന്ത്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക, ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ അതുകൊണ്ടാണ് നമുക്ക് അനായാസമായിട്ട് തീരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ വിചാരം ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട്, വളരെ സുഖമായിട്ട്, ഇവിടെ യാതൊരുവിധ ഭയവും കൂടാതെ, ഒരു ഭയത്തിൻ്റെ ഇവിടെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഒരു കുറവും വരാതെ, ഇതിനകത്ത് പ്രസാദത്തിനകത്ത് ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ പോലെ നമ്മൾ പ്രസാദത്തിനെ കാണരുത്. അത് അവൻ്റെ ഇലയിൽ കൂടി ഇവൻ്റെ ഇലയിൽ കുറഞ്ഞു എന്നുള്ള രീതിയിൽ ദുർബുദ്ധി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, പ്രസാദം. അപ്പം ബുദ്ധ്യ വിശുദ്ധയാ യുക്ത ധൃത്യാത്മാനം നിയമ്യച്ച, ആത്മാനം ധൃത്യ ധൈര്യേണ. അപ്പം യുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് ചേർന്നവനായിട്ടും, പിന്നെ ധൃത്യ ഇവിടെ അതിനർത്ഥം കൊടുത്തത് ധൈര്യേണ എന്നുള്ള അർത്ഥം കൊടുത്തത്. അപ്പം ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ധാരണയോടുകൂടി, ധാരണാശേഷിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്തൊരു നമുക്കൊരു ദൃഢതയാണത്. ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് ഒരു നിശ്ചയം, ഉറപ്പ്. ഈ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അർത്ഥം എടുക്കാം ഉറപ്പ് എന്നുള്ള അർത്ഥം. പിന്നെ ഇവിടെ നമുക്ക് സംശയമൊന്നുമില്ല. ധൈര്യേണ, അല്ലാതെ ധൈര്യേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ കണ്ണും ചുമപ്പിച്ചിട്ട് ഇങ്ങനെ പല്ലു ഉറമിക്കണം അങ്ങനെ നടക്കുന്നത് പോലെ അങ്ങനത്തെ ഒന്നും അല്ല. കാരണം അതിനകത്ത് ഈ വികാരങ്ങൾക്ക് പിന്നെ ഇവിടെ പ്രസക്തിയൊന്നുമില്ല. അപ്പം ധൈര്യേണ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വികാരവുമായിട്ട് കൂട്ടി യോജിപ്പിക്കരുത്, അത് വേറെ വിഷയം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢതയാണ്. ജസ്റ്റ് അതിനകത്തൊന്നും ആരും വന്ന് ഇളക്കത്തില്ല. അപ്പം ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ ഇളക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ധൈര്യേണ ധൃത്യ, അപ്പം അതുകൊണ്ട് ധൃതിക്ക് അർത്ഥം കൊടുത്തത് ധൈര്യം എന്ന് തോന്നുന്നു. ധൃത്യ ആത്മാനം, ധൃത്യ ആത്മാനം. അപ്പം ഇവിടെ ഈ ആത്മാനം എന്ന് പറയുമ്പോൾ അവനവനെ തന്നെ എന്നുള്ളത്. അപ്പോൾ ഈ അവനവനെ തന്നെ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ എന്നുള്ള അർത്ഥം കൊടുക്കരുത്. ഈ അവനവനെ തന്നെ എന്നുള്ള എപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രയോഗം കാണുന്നു. അവനവനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ എടുത്തിരിക്കുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു
ഒരു ഒരു ഗ്രൂപ്പിനെയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാമ്രാജ്യമാണ്. നമ്മളൊരു സാമ്രാജ്യമാണ്. അപ്പം നമ്മൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യമാണ് എഴുന്നള്ളുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിയല്ല ഇവിടെ നടക്കുന്നത്, ഒരു വ്യക്തി നടക്കുന്നില്ല. അതുകൊണ്ടാണ് പുരമേകാദശദ്വാരമജസ്യാവക്രചേതസഹ എന്നൊക്കെയുള്ള പ്രയാസം. ഒരു പട്ടണമാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കാന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളോടൊപ്പം നമ്മുടെ പരിവാരങ്ങളും ഉണ്ട്. ആ പരിവാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഉണ്ടല്ലോ, എന്താണ് പുരന്തരൻ്റെയൊക്കെ കഥയുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ്. പുരവും പുരന്തരനും പിന്നെ ദാസന്മാരും, അതായത് സേവകന്മാരും, പിന്നെ ഭർത്താവും ഭാര്യയും കുട്ടികളും എല്ലാം കൂടെ ചേർന്ന ഒരു വലിയൊരു ഇവരാണ് നടക്കുന്നത്, എന്താ പട്ടണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്താ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് കാര്യകരണ സംഘാതം. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ് ഈ കാര്യകരണ സംഘാതം? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, കരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ അതിൻ്റെ സംഘാതം, അതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു കൂട്ട്, ഇതെല്ലാം കാര്യകരണ സംഘാതം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാനല്ല നടക്കുന്നത്, പട്ടണമാണ് നടക്കുന്നത്. നമ്മൾ തന്നെ വലിയ ഒരു നഗരം നടക്കുകയാണ്. അപ്പം ചിലരാണെന്നുണ്ടെങ്കിൽ അതൊരു മെട്രോ ആയിട്ട് നടക്കണം, അല്ല വിപുലമായിട്ട് 4 പേരുടെ സ്ഥാനം. ഒരു ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ആ സീറ്റിലിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ ഗ്രാമം പോലെ നടക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം കാര്യകരണ സംഘാതം നിയമ. അപ്പോൾ നിയമം, യം എന്നുള്ളതാണ് ധാതു, അതിൻ്റെ കൂട്ടത്തിലാണ് നീ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ നിയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശീകരിച്ചിട്ട് എന്നുള്ള അർത്ഥം നമുക്കിവിടെ കിട്ടും. നിയമനം ചെയ്തിട്ട്, അതായത് നമ്മുടെ അധീനതയിലാക്കിയിട്ട് എന്നുള്ള അർത്ഥം. അതാണ് ഇവിടുത്തെ നിയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യകരണ സംഘാതത്തെ അവനവൻ്റെ വരുതിയിലാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ വിഷയങ്ങളിലേക്ക് അത് പ്രാകൃതമായ രീതിയിലേക്ക് പണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ പോയതുപോലെ ഇപ്പോൾ പോകുന്നില്ല. ഈ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധൃത്യാത്മാനം നിയമ്യച്ച ശബ്ദാദീൻ വിഷയാൻ സ്ഥിത്വാ. അപ്പോൾ അതാണ് ആ പ്രാകൃതമായ രീതിയിലേക്ക് പോകും. പ്രാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം എന്നുള്ള എടുക്കരുത്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രകൃതിയും വികൃതിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പ്രാകൃതം. പിന്നുള്ളത് ആത്മജ്ഞാനം. ഈ 3 കാര്യമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതല്ലെങ്കിൽ 3 ആക്കട്ടെ 2 എന്ന് പറയാം. ഒന്ന് പ്രകൃതിയും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, 2 ആത്മജ്ഞാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രകൃതിയുടെ സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയവും തമ്മിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് പ്രകൃതി വിഷയമാണ്. പിന്നെ ആത്മജ്ഞാന വിചാരം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാപ്രകൃതി അല്ലാത്തത് കാരണം ഇത് പ്രകൃതിക്ക് അതീതമായിട്ട് പോകുന്ന വിഷയമാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ ഇതിനകത്ത് നമ്മൾ വലിയ എന്തോ ഇത് അതിശക്തമായിട്ടുള്ള ഇടിമിന്നൽ പോലെ ഹൃദയത്തിൽ അങ്ങനെ പട്ടാന്ന് ഇടിക്കലും ഇങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. അങ്ങനെ ഇടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക, അതാണ് ഏറ്റവും നല്ലത്. ഇതുമായിട്ടൊന്നും സംബന്ധമല്ല. കാരണം ഇത് ശരീരത്തിൻ്റെ തലത്തിൽ സംഭവിക്കുന്നതായിട്ട് നമ്മളിതിനെ മാറ്റരുത്. ശരീരത്തിൻ്റെ തലത്തിൽ സംഭവിക്കുന്നതായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റത്തില്ല അതെങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്നത്. കാരണം ശരീരത്തിൻ്റെ തലത്തിലേക്ക് നമ്മളിനി ഇറക്കിക്കൊണ്ടുവന്നു. എന്തിനാണ്? ആത്മാവിനെ ശരീരത്തിൻ്റെ തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ആത്മജ്ഞാനത്തിൻ്റെ ദൃഢത, ബ്രഹ്മജ്ഞാനത്തിൻ്റെ സ്ഥിരീകരണം, പിന്നെ ബ്രഹ്മജ്ഞാന നിഷ്ഠ, ഇതെല്ലാം ശരീരത്തിനെ വെച്ചുകൊണ്ടായി. ശരീരത്തിന് ശേഷി ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാവുന്നു. ശരീരത്തിന് ശേഷിയില്ലെങ്കിലും പിന്നൊന്നും സാധ്യമല്ലാതായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരും. ശരീരത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽ വേണമെങ്കിലും പെട്ടെന്ന് മാറാം. നമ്മൾ എത്ര ആരോഗ്യത്തോട് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇതേ വീണ് കിടക്കാം. വെറുതെ വേറൊന്നും വേണ്ട, ഒരു തലയിലൊരു തേങ്ങ വീണാൽ മതി, ഇതേ കിടക്കുന്നു, ആൾ താഴെ കിടക്കുന്നു, അത്രയേ ഉള്ളൂ. ബോധം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ അത്രയ്ക്ക് അസ്ഥിരതയിലാണ് കാര്യങ്ങളുടെ പോക്ക്. വെറും ഒരു തട്ടേണ്ട കൊള്ളേണ്ടത്തൊരു വെള്ളക്കാ കൊണ്ടാലും മതി, അല്ല തേങ്ങ തന്നെ വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിനെ വിശ്വസിച്ചുകൊണ്ട് നടക്കരുത്. എന്നിട്ട് ശരീരത്തിൻ്റെ വിശ്വസിക്കാൻ കൊള്ളാത്തതായ ശരീരത്തിലേക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇത് ബ്രഹ്മജ്ഞാനമാണെന്നും ഇത് ഈശ്വരജ്ഞാനമാണെന്നും ഇത് മുക്തിയാണെന്നും ഒക്കെ കൊണ്ട് ധരിക്കരുതെന്ന്.
അപ്പം ശരീരം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു നഗരമാണ്. അത് പ്രോപ്പറായിട്ട് നമ്മൾ നടത്താൻ ശേഷിയുണ്ടെങ്കിൽ നന്നായിട്ട് അത് നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കുളം കുത്തി നാട്ടുകാരനെ വീട്ടുകാരനെ മുഴുവൻ പ്രാക്കും കൊണ്ടെന്ന് പറഞ്ഞ മാതിരി ഇവിടെ പ്രാകാൻ വേറെ ആരുമല്ല, ഇന്ദ്രിയങ്ങളാണ് സ്വയം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹത്തിന് പീഡനം അനുഭവിക്കുന്നു, ത്വക്ക്, ഓരോ രോമകൂപങ്ങളും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ രക്താണുക്കളും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ ഓരോ അവയവങ്ങളും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാഡികളിൽ കൂടെ ഈ രക്തം പമ്പ് ചെയ്യുന്ന നാഡികളിൽ ഓരോ നാഡികളുടെ ഓരോ ഇഞ്ചുകളിലൂടെ, രക്തനാഡികളുടെ ഓരോ ഇഞ്ചിലും പീഡനം അനുഭവിക്കുന്ന പോലെ ഒക്കെ ആക്കി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ അത് അത്രയ്ക്ക് നമുക്ക് മാനേജ് ചെയ്യുന്നതിനകത്ത് നമ്മൾ മോശമായി പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മളിങ്ങനെ ആൾക്കാരെ വെച്ചുകൊണ്ട് നെഞ്ചത്തിടിപ്പിക്കുന്ന തരത്തിൽ, അതായത് മറ്റുള്ളവരെ കൊണ്ട് നെഞ്ചത്തിടിപ്പിക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പം പുറത്തു നിന്നുള്ള ഹെൽപ്പില്ലെന്നുണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഇടിപ്പിക്കുക എന്നുള്ളത്. അതിനുശേഷം എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ വിളിച്ചു പോവുക, കൊണ്ടുപോയിക്കോളൂ, എന്നെ ICUയിലോട്ട് കയറ്റിക്കോളൂ, എനിക്ക് എന്നിട്ട് നിങ്ങളിതാ എന്താ ഓക്സിജൻ നിങ്ങളിതാ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ. ഇത് ദേശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അവനവൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേഹത്തിൻ്റെ സംബന്ധമായിട്ട് നമ്മളിതിനെ കാണരുത്. അതുകൊണ്ട് ശബ്ദാദീൻ വിഷയാൻ സ്തിക്വാ, ശബ്ദാദി വിഷയങ്ങളെ ത്യജിച്ചിട്ട്, അതാണ് ശബ്ദാദീൻ വിഷയങ്ങളെ ത്യജിച്ചിട്ട് എന്ന് പറയുന്നത്. വിഷയങ്ങളെ ത്യജിച്ചിട്ട് എന്താണ് വിഷയങ്ങളെ നമുക്കിപ്പോൾ എങ്ങനെയാണ് ത്യജിക്കാൻ പറ്റുക? നമ്മൾ കണ്ണ് തുറന്നുകൊണ്ടിരിക്കുന്നു, ഒരെണ്ണത്തിനെ കാണുന്നു, എന്നിട്ട് കണ്ണും തുറന്നുകൊണ്ടിരിക്കുന്ന കാണലിനെ ഞാൻ ത്യജിക്കുന്നു, കാണപ്പെടുന്നതിനെ ഞാൻ ത്യജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തെറിയല്ലോ. അല്ലെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ടിരുന്നുകൊണ്ട് നമ്മളിതിനെ കാണത്തില്ല എന്ന് ഭാവന ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് ഒന്നിലേക്ക് തന്നെ ഇങ്ങനെ കുറച്ച് നേരം തുറച്ച് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു മങ്ങലും അത് കാണാതിരിക്കലും മറ്റെന്തോ കാണലും ഒക്കെ ആയിട്ട് വരും. ഇങ്ങനെയൊക്കെയാണോന്ന് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ശബ്ദാദീൻ വിഷയാൻ സ്തിക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഇത് അത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. അല്ലാതെ ഇതിന് ഇങ്ങനെ ഈ ദൃഷ്ടി മുകളിലോട്ടും ആക്കിക്കൊണ്ട് ഭ്രമരിയോ അല്ലല്ലോ, എന്താണ് പറയുന്നത്, ശാംഭവി മുദ്രയിലിരുന്ന് കഴിഞ്ഞാൽ ശാംഭവി മുദ്ര ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി മുകളിലോട്ട് ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൃഷ്ടി മുകളിലോട്ടാക്കി കുറച്ച് കഴിക്കുക, തലവേദന വരും. അത്രയേ ഉള്ളൂ. വേറെ ചിലർക്ക് തലവേദന വരും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ തലവേദന ശീലമായി കഴിഞ്ഞാൽ പിന്നെ തലവേദന ഒന്നും വരത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെ അല്ല ഇവിടെ ശബ്ദാദീൻ വിഷയാൻ സ്തിക്വ എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ. നമുക്ക് ഈ ശബ്ദാദി വിഷയങ്ങളിൽ താല്പര്യമില്ല. ശബ്ദാദി വിഷയങ്ങളിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയ ഭോഗത്തിൽ താല്പര്യമില്ല, ഇതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ദ്രിയ വിഷയ ഭോഗത്തിൽ താല്പര്യമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ താല്പര്യമില്ലാത്തവനായിട്ട് ഇവൻ മാറി എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കരുത്. അത് വെള്ളം കുടിക്കേണ്ട സമയത്ത് ഇപ്പം പ്രത്യേകിച്ച് ചൂടുകാലത്തിലാണ്, അതുകൊണ്ട് ചൂടുകാലത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമാണ്. നിർജ്ജലീകരണം എന്ന് പറയുന്നത് സംഭവിച്ചിട്ട് ആൾ വീണു പോകും. അതുകൊണ്ട് എപ്പോഴും പറയുന്നുണ്ട് ഇപ്പം ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കാനല്ലേ തോന്നാത്തത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കുക, തണ്ണിമത്തൻ്റെ വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് ലൈറ്റായിരിക്കണം. വേറെ ഹെവി ആയിട്ടുള്ള ജ്യൂസൊക്കെ പറഞ്ഞാൽ തിക്കായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കുടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇതൊക്കെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള അത് ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതിവിടെ ഇല്ല എന്നുള്ളത്. അതാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ലാണ്ട് ശബ്ദാദീൻ വിഷയാൻ സ്തിക്വ, അതിനാണ് പറഞ്ഞിരിക്കുന്നത് രാഗദ്വേഷോ വിതസ്യച്ച. അപ്പം ശബ്ദാദി വിഷയങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളെ ആണ്. രാഗദ്വേഷോ വിതസ്യച്ച, അതിനു വേണ്ടിയിട്ട് എന്താ വ്യുതസ്യയുടെ അർത്ഥം എന്താ കൊടുത്തിരിക്കുന്നത്? വ്യുതസ്യ പരിത്യജ്യ, രാഗദ്വേഷങ്ങളെ പരിത്യജിച്ചിട്ട്.
അപ്പം വിഷയങ്ങളെ പ്രതി മനസ്സ് രണ്ട് തരത്തിൽ പ്രതികരിക്കുന്നു. ഒന്ന് രാഗപൂർവവും അല്ലെങ്കിൽ ദ്വേഷപൂർവവും. ഒന്ന് അതിനോട് ശക്തിയുള്ളവനായിട്ട്, അല്ലെങ്കിൽ അതിനോട് വിദ്വേഷമുള്ളവനായിട്ട്. അതിനോട് വിരക്തിയല്ല വിദ്വേഷം എന്ന് പറയുന്നത്, വിദ്വേഷത്തോടു കൂടിയിട്ട് പറയുന്നത്. ഇപ്പം വിദ്വേഷം എന്ന് പറയുന്നത് കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്ന ഒന്നായിട്ട് മാറുന്നു. നമ്മൾ വിരക്തി ആസക്തി ഉണ്ടാക്കത്തില്ല, പക്ഷെ വിദ്വേഷം ആസക്തി ഉണ്ടാകും. കാരണം വിദ്വേഷം എന്ന് പറയുന്നത് നമുക്ക് അത് സാധാരണഗതിയിൽ ഈ രാഗഭംഗത്തിൽ നിന്നാണ് വിദ്വേഷം ഉണ്ടാകുന്നത്. വിരക്തി രാഗഭംഗത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, വിവേകത്തിൽ നിന്നുണ്ടാകുന്നതാണ് വിരക്തി. ഭംഗത്തിൽ നിന്നുണ്ടാകുന്നതാണ് ദ്വേഷം അല്ലെങ്കിൽ വിദ്വേഷം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസമുള്ളത് കാരണം രാഗദ്വേഷങ്ങൾ ഒന്നിച്ചു പോകുന്നു, വിരക്തി വേറെയാണ്. വിരക്തിയും വിവേകത്തിൽ നിന്നാണ്, വിരക്തിയും വിവേകവും ഒന്നിച്ചു പോകുന്നു. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് വിവേകമാണ് നമുക്ക് വേണ്ടത്. വിവേകം കൊണ്ട് വിരക്തി വന്നുകൊള്ളുന്നു, അതാണ് നമുക്ക് അവിടെ വേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ദ്വേഷം കാണിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ദ്വേഷം എന്ന് പറയുന്നത് രാഗത്തിൻ്റെ മറ്റൊരു മുഖമാണ്. അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാഗദ്വേഷങ്ങളും വിദസ്യ പരിത്യജിച്ചിട്ട്, ശബ്ദാദി വിഷയങ്ങളെ പരിത്യജിച്ചിട്ട്, പിന്നെ രാഗദ്വേഷങ്ങളെ പരിത്യജിച്ചിട്ട്, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ബുദ്ധിയാവിശുദ്ധയായുക്ത, അവൻ വിശുദ്ധമായ ബുദ്ധിയോട് കൂടിയവനായിട്ട് ആത്മാനം ധൃത്യ, അവനവനെ തന്നെ സമഗ്രതയിൽ നിർത്തിയിട്ട് എന്നുള്ള അർത്ഥം എടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇനിയിപ്പോൾ അപ്പം നമ്മൾ പറയുമ്പോൾ കളക്റ്റഡ് വൺ സെൽഫ് എന്നുള്ളൊരു പ്രയോഗം നമ്മൾ നടത്താം. അപ്പം നമ്മൾ പറഞ്ഞില്ല അവനത് ശബ്ദം അവൻ്റെ ഈ നാട്ടുകാരെല്ലാവരും കൂടി ഇപ്പം ചില പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ബോധം കെട്ടുപോകുന്ന തരത്തിലേക്ക് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അതിനുശേഷം അവൻ ഇമ്മീഡിയറ്റ്ലി ഹി കളക്റ്റഡ് ഹിംസെൽഫ് എന്നുള്ള ഒരു പ്രയോഗം പോലെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് അവനെ ഡിഫെൻഡ് ചെയ്യാൻ സാമർഥ്യമുള്ളവനായിട്ട് നീങ്ങി. അങ്ങനെ നിൽക്കാൻ അതേമാതിരിയാണ് ഇവിടുത്തെ ഈ ധൃത്യാത്മാനം എന്ന് പറയുന്നത്. അതായത് വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിലുള്ള ആ വിഷയങ്ങൾ മനസ്സിനെയും ഈ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ചുറ്റിക്കളിയിൽ ഇവൻ അതിൽ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഇവനെയും വലിച്ചുകൊണ്ട് പോകും. ഈ ആത്മായിട്ട് നിൽക്കുന്ന ഇവനെയും വലിച്ചുകൊണ്ട് പോകും. അതിൽ നിന്നും ഇവൻ മാറി നിന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സഹായകരമായിട്ട് അവൻ്റെ ഒരു ജീവിത രീതിയുണ്ട്. പിന്നെ സഹായകരമായിട്ട് ഒരു ജീവിത രീതി പരിശീലിക്കുകയും ചെയ്യാം. അത് അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഉണ്ടായിരുന്ന ജീവിത രീതി അനേകം പേര് പരീക്ഷിച്ചിട്ട് വിജയിച്ചതായൊരു ജീവിത രീതിയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇതാണ് വിവിക്തസേവീ ലഘ്വാശി യഥവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. അപ്പോൾ എന്താണ് ഇവിടെ വിവിക്ത സേവി എന്ന് പറഞ്ഞാൽ സേവി എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നർത്ഥം. സേവിക്കുന്നവൻ. എന്തിനാണ്? വിവിക്ത എന്നുള്ളതിനർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് വിവിക്ത ദേശാൻ എന്നുള്ളത്. അപ്പം ഈ വിവിക്ത ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ദേശം എന്നുള്ള പ്രയോഗത്തിൽ ഈ ആൾക്കൂട്ടത്തിന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ അവിടെ പോയി അതൊരു ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഇതിൽപ്പെട്ടതല്ല. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം നമ്മൾ DJ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതവിടെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കാർണിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറഞ്ഞു തുള്ളലും ബഹളം വെക്കലും ആന വരണ്ടോടലും പിന്നെ ഈ കതിന പൊട്ടിക്കലും അത് ഇതിൽപ്പെട്ടതല്ല. അത് വിവിക്ത ദേശം എന്ന് പറയുന്നതിൽ പെട്ടതല്ല. അതേസമയം പതിനായിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചിരുന്ന് യോഗ ചെയ്യുന്നു, ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിവിക്ത ദേശത്തിൽപ്പെട്ടു. അപ്പം വിവിക്ത ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ആരും കടന്നു ചെല്ലാത്ത, ഈച്ച പോലും കയറാത്ത തരത്തിലോ ഉള്ള അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നതിനല്ല ഇവിടുത്തെ വിവിക്ത ദേശം. വിവിക്ത ദേശം ഒറ്റപ്പെട്ട സ്ഥലം. അപ്പോൾ അന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം ഇതാണ്,
നദീ പുളിന ഗിരി ഗുഹാദീൻ. അപ്പോൾ അരണ്യ, കാട്. നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതില്ലാണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അരണ്യം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാം. ഇപ്പോഴത്തെ കാര്യമാണ്. പിന്നുള്ളത് നദി, പെരിയാറിൻ്റെ തീരത്താണെന്നുണ്ടെങ്കിൽ, ആലുവയുടെ സമീപത്തെങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധം കെട്ട് കിടക്കും. ആലുവയുടെ എല്ലാം പെരിയാറിൻ്റെ തീരത്ത് രാവിലെയൊക്കെ സമയത്ത് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ എഫൾജൻറ്റ്, ഈ പുറന്തള്ളുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ആവിയായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് നമ്മൾ അവിടെ ബോധം കെട്ട് വീണും. കാരണം അതുപോലത്തെ മാലിന്യമാണ് പോകുന്നത്. അരണ്യ, നദി, പുളിനം. അപ്പോൾ നദീപുളിനം, അതാണ് നദിയുടെ തീരം, അതാണ് നദീപുളിനം. നദീപുളിനം എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ തീരപ്രദേശങ്ങളിൽ. നദി അവിടെ നമുക്ക് താമസയോഗ്യമായിട്ടുള്ള സ്ഥലമല്ലല്ലോ. പണ്ട് ഇതൊക്കെ നല്ലതായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ദേവതകളായിരുന്നു. ദേവതകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു. ഓരോ വൃക്ഷങ്ങളും ദേവതകളായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഈ ചോലകളും ദേവിമാരൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമുണ്ട്. ഓരോ നദികളും ദേവിമാരായിരുന്നു. അപ്പോൾ അവിടെ ഒരു നദിയെയും ദേവിമാരല്ല, ഗംഗയും യമുനയും സരസ്വതി എന്ന് പറഞ്ഞ 3 നദികളെ മാത്രമല്ല, സകല നദികളെയും ദേവിമാരായിരുന്നു. അത് കാരണം വന്ദിച്ചിട്ടാണ്, ദേവി എന്നുള്ള രീതിയിൽ വന്ദിച്ചിട്ട് സ്പർശിക്കുക, ജലത്തെ തൊടുക എന്ന് പറയുന്ന പോലെ നദിയിലൊരിക്കലും തുപ്പരുത്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതേമാതിരി എല്ലാം നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പം അവിടെ ദേവിയാണ് വന്ദിക്കുന്നു എന്നുള്ളതാണ്. സർവപാപഹരേ എന്നുള്ളതാണ്. അവിടെ പാപഹരണത്തിന് വേണ്ടിയിട്ട് നിമഗ്നമാവുന്നു നദിയിൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഈ തരത്തിലുള്ള ബുദ്ധിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇത് ഈ അർഘ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതൊക്കെ നടത്തും. ഈ നദീജലം എടുത്തിട്ടാണ് സമർപ്പിക്കുന്നത്. ദേവത ഈ ഗായത്രിയൊക്കെ ചൊല്ലിയിട്ട് ഇത് സമർപ്പിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് അതായത് ഈ നദീജലം അത്രയ്ക്ക് ദേവതാ സമർപ്പണത്തിന് യോഗ്യമായ രീതിയിൽ അത്രയ്ക്ക് ശുദ്ധമാണ്. ഇത് ഞാൻ സേവിക്കുന്നതിലൂടെ ഞാൻ ശുദ്ധമാവുന്നു. ഇപ്രകാരമുള്ള ശുദ്ധം എന്നുള്ള ആ ബുദ്ധിയിലാണ്. അത്രയ്ക്ക് പവിത്രമാണ്, ദിവ്യമാണ്. അതുകൊണ്ട് ഏത് നദിയാണെന്നുണ്ടെങ്കിലും അത് ഗംഗയായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഏത് നദിയാണെങ്കിലും ദേവിയായിട്ട് കാണുന്നു. അത്തരത്തിലായി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നളിന, ഈ പുളിനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പുളിനം നദീതീരം, നദീപുളിനം ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ഗിരി ഗുഹാദീൻ, നമുക്കിപ്പോൾ അറിയാമല്ല, ഗിരിയും പോയി. പിന്നെ വല്ല ഗുഹയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരുടെ കയ്യിലെങ്കിലും ഇരിക്കുന്ന പ്രോപ്പർട്ടിയിലുള്ള ഗുഹയായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത്. അവിടെ ഒന്നും ഇപ്പം പ്രയോജനമില്ല കേട്ടോ. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെയുള്ള വിവിക്താൻ, ഇങ്ങനെയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം അത് മാറി. അപ്പോൾ ഇത് നമ്മൾ കാലത്തിനനുസരിച്ച് ഇപ്പം എന്തായിട്ട് മാറും? കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നോക്കണം. അവിടെ ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുക എന്നുള്ളതിന് നമ്മുടെ മനസ്സിനെ ഈ വിഷയത്തിൽ നിന്നും മാറ്റിക്കളയുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു നിസ്സഹകരണം. അതേമാതിരി പിന്നെ നമുക്ക് ശാരീരിക പീഡനം കിട്ടുന്ന, ഇന്ദ്രിയങ്ങൾക്ക് ശാന്തത നൽകാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കഴിയുന്നതും ഉപേക്ഷിക്കണം. ഇതൊക്കെ നമുക്ക് ഇക്കാലത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു വിവിക്ത ദേശത്തിന് തുല്യമാകും. വിവിക്ത സേവി. അപ്പം ഇത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലഘ്വാശി, അധികം ഭക്ഷണം കഴിക്കരുതെന്ന്. അധികം ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അപകടകരമായിട്ടുള്ള കാര്യമാണ് അസമയത്ത് ഭക്ഷണം കഴിക്കലെന്ന് പറയും. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ അധികാരം കഴിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ ലഘ്വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ആ ശ്ലോകാർത്ഥമാണ് ഇവിടെയും യോജിക്കുന്നത്. യുക്താഹാരം. അപ്പോൾ ആഹാരം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉദരശക്തി അറിഞ്ഞ് കഴിച്ചാൽ ലഘ്വാശയായി. അല്ലാതെ ആ
ആ കഴിക്കാനുള്ള ശേഷിയിൽ പിന്നെ കുറവ് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കുറവ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മജ്ജയും മാംസത്തെയും ബാധിക്കും. ആൾ പിന്നെ എല്ലും തോലും ആകും. അതുകൊണ്ട് ഭഗവാൻ നാട്ടുകാരെ മുഴുവൻ എല്ലും തോലും ആക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കഴിക്കുന്ന തരത്തിലേക്ക് മാറ്റരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്നതായിട്ട് മാറരുത്. നമ്മളെന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സന്തോഷിപ്പിക്കണം. അത് ഉള്ളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധനം അത് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ കാണുമ്പോൾ സന്തോഷിപ്പിച്ചാൽ മാത്രം പോരാ, ഉള്ളിൽ ചെന്നാലും സന്തോഷിപ്പിക്കണം. ഇത് കാണുമ്പോൾ സന്തോഷിപ്പിക്കുന്നു, പക്ഷെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അസുരനെ മെഴുകിയ മാതിരി അത് അവിടെ നിന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലോ ഇവിടെ തൊണ്ടയിൽ തൊട്ട് കുത്തല്ലോ തുടങ്ങി. അതായത് ഈ എന്താ ഇടിക്കട്ട, ആ ഇടിക്കട്ട മാതിരിയുള്ള ഈ ഒരു കുട്ടിപ്പിശാചിനെ മെഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിക്കട്ടയും കൊണ്ട് ഇവൻ അവിടെ തൊട്ട് ഇടി തുടങ്ങുന്നു. ഓരോ ഭാഗത്തും ഇടിച്ച് വയറിട്ടിക്കുന്നു, കൊട്ടയിട്ടിക്കുന്നു, സർവത്ര ഇട്ടിക്കുന്നു. പിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോഴത്തേക്ക് ഇവനെ ദഹിച്ചിട്ട് കഴിഞ്ഞ് ഇവനെ അങ്ങോട്ട് ഇവനെ ഇതാണല്ലോ രക്തധമനികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം കൊഴുപ്പായിട്ട് അവിടെ വന്നിട്ട് രക്തഓട്ടം ഇവനാണ് രക്തഓട്ടം തടയുന്നവനായിട്ട് കഴിയുന്നിടത്തെല്ലാം ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഇവന് കിഡ്നിക്ക് കൊടുക്കുന്ന തകരാറ് കൊടുക്കുക, ഇവൻ പിന്നെ ഹാർട്ടിന് തകരാറ് കൊടുക്കുക, പിന്നെ ലിവറിന് തകരാറ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് വരാതിരിക്കാനാണ് അവനവൻ്റെ ഉദരശക്തി അറിഞ്ഞിട്ട് ആ ഭക്ഷണത്തിനെ കുറിച്ചുള്ളത് നമ്മൾ മുമ്പ് കാണുകയുണ്ടായി. രാജസം ഭക്ഷണം എന്താണ്, താമസം ഭക്ഷണം എന്താണ്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം കൂടെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ പ്രയോഗമാണിത്, ലഘ്വാശി. പിന്നെയോ യഥവാക്കായ മാനസ. അപ്പോൾ മുമ്പ് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ ഓരോരോ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. യഥ വാക്ക് കായ മാനസ, 3 വാക്കും കൂടെ ചേർത്തു. വാക്ക്, 2 കായം, 3ാമത്തത് മനസ്സ്. അതായത് കായേന വാച മനസ്സ, ആ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കായ വാക്ക് കായ മാനസ. യഥ, അപ്പം യഥ എന്ന് പറഞ്ഞാൽ സംയമനം ചെയ്തിട്ടുള്ള, അതായത് ശരീരത്തിൻ്റെയും വാക്കിൻ്റെയും മനസ്സിൻ്റെയും മേലിൽ സംയമനം നേടിയവനായിട്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ലൈഫ് എന്ന് പറയുന്നത് അവിടെ കിട്ടി. യഥവാക്കായ മനസ്സഹ, അതായത് നമുക്ക് ഈ ദുരിതം വരുന്ന മേഖലകൾ ഒഴിവാക്കലാണ് ഇതൊക്കെ. അപ്പം ദുരിതം വരുന്ന മേഖലകളിലൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് ദുരിതം വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതാണ്. ഇന്നത്തെ കാലത്ത് അതും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ മലയാളികളാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഒരു പച്ചക്കറി മര്യാദയ്ക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിഷത്തിൻ്റെ തോതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ സർവ്വരാജ്യങ്ങളും അത് തിരിച്ചയച്ച് കളയും. കാരണം ഭക്ഷണം മനുഷ്യന് കഴിക്കാൻ കൊള്ളാത്തതാണ്. ഇപ്പം ഇന്നത്തെ ദിവസം ന്യൂസ് കണ്ടു. അതായത് ചെന്നൈയുടെ അടുത്ത ഏതോ ഒരു സ്ഥലത്ത് കൂട്ടത്തോടു കൂടിയിട്ട് ഈ എന്താണ് ഈ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ടല്ലോ, 100 കണക്കിന്, അത് കൂട്ടത്തോടു കൂടി ചത്ത് നദിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉള്ളിടത്ത് ഭാഗത്തിന് ചത്ത് വീഴുകയാണ്. കാരണം അത്രയ്ക്ക് ഈ പെസ്റ്റിസൈഡൊക്കെയാണ് ഇതിനെയൊക്കെ അടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇപ്പം കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്, ആരും ജനങ്ങൾ ദയവ് ചെയ്ത് ഉടനെ ഇപ്പം ഈ രാസവളങ്ങളും കീടനാശിനികളും പ്രയോഗിക്കരുത്. അവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇവിടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത തരത്തിൽ ഭക്ഷണവും കൂടെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണിത്. അപ്പോൾ ഇവിടെ നമുക്കതിനകത്ത് എത്രത്തോളം നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് മാറി എന്നുള്ളതാണ്. കുറച്ചൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെയുള്ള ഏത് കാര്യം എവിടെയാണ് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പച്ചക്കറി ആണെങ്കിൽ പച്ചവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം നമുക്ക് വെള്ളിടങ്ങി കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ കുപ്പിക്കകത്തുള്ള വെള്ളം തന്നെ കുടിക്കേണ്ടി വരും. ഈ കുപ്പിക്കകത്തുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും ആക്കാം. ഇന്നത്തെ കാലത്തെ ഉള്ളതല്ലേ, ശുദ്ധീകരിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ചിലരുണ്ടാവും. ചിലപ്പം ചുമ്മാ പാക്ക് ചെയ്ത് കൊണ്ട് തന്നൊന്നും വരും. അതിനകത്തൊന്നും ഇത് ഓരോ കുപ്പിയും എവിടുന്നാണ് വരുന്നതെന്ന് സോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലേബലൊക്കെ അറിയപ്പെടുന്ന കമ്പനിയുടെ ആയിരിക്കും. പക്ഷെ പാക്കിങ് ലോക്കലായിട്ട് നടത്താൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇതുകൊണ്ട് നമ്മളെ തന്നെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ബുദ്ധിപൂർവം അറിഞ്ഞ് നമ്മളൊരു പൊട്ടനാവാതെ ജീവിക്കുക, ഇത്രയേ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലേ നമ്മളിതൊക്കെ എടുക്കാവൂ. അല്ലാതെ ഉടൻ തന്നെ ഗുഹ തപ്പലും എന്താണ് ഭക്ഷണം ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇനിയിപ്പോൾ ഒരു എന്താണ് നാഴിയരിയുടെ ഊണ് ചോറുണ്ടവനുള്ളവൻ ഇനിയിപ്പോൾ ഒരു സ്പൂൺ അരിയുടെ ചോറാക്കി മാറ്റില്ല, അങ്ങനെയൊന്നും അർത്ഥം എടുക്കേണ്ട കാര്യമില്ല. പിന്നെയോ ധ്യാനയോഗപരോ നിത്യം, പിന്നെ ധ്യാനയോഗത്തോടു കൂടിയവനായിട്ട് ധ്യാനം മെഡിറ്റേഷൻ നമ്മളറിയില്ല, ശ്രവണം മനനം നിധ്യാസനം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് ധ്യാനത്തെക്കുറിച്ച് ഭഗവാൻ ഒരുപാട് പറയുന്നുണ്ട്. ധ്യാനയോഗം എന്ന് പറയുന്നൊരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ധ്യാനത്തോടു കൂടിയവനായിട്ട് നിത്യം ഒക്കെ എപ്പോഴും ഉള്ളതാണ്. പിന്നെ വൈരാഗ്യം സമുപാശ്രിത, പിന്നുള്ളത് വൈരാഗ്യം. അപ്പോൾ നമ്മൾ സാധാരണ വൈരാഗ്യത്തിന് ഡിസ്പാഷൻ എന്നുള്ള അർത്ഥം കാണും. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ കാണുന്നുണ്ട് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിവേകോർധ്വം വൈരാഗ്യം എന്നുള്ളതാണ്. വിവേകത്തോടു കൂടിയിട്ടുള്ള, അനന്തരമായിട്ടുള്ള അല്ലെങ്കിൽ വിവേകത്താൽ ഉള്ള വൈരാഗ്യം എന്നുള്ളതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അതായത് രാഗോത്പത്തിക്ക് മുമ്പുള്ള ആ ഒരു സ്ഥലത്താണ് വൈരാഗ്യം ഉണ്ടാവേണ്ടത്. അതിന് രാഗമുണ്ടായിട്ടുള്ളതല്ല വൈരാഗ്യം എന്ന് പറയുന്നത്. രാഗം തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ രാഗത്തിന് മുമ്പേ അന്ധക്കരണം രാഗത്തിലേക്ക് പോകാത്ത വിധത്തിൽ ബലപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വൈരാഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജ്ഞാനത്താൽ ബലപ്പെട്ട മനസ്സാണ് വിരാഗത്തോടു കൂടിയിട്ട് വൈരാഗ്യത്തോടു കൂടി നിൽക്കുന്നത്. ജ്ഞാനമില്ലാത്ത മനസ്സാണെന്നുണ്ടെങ്കിൽ പ്രാകൃത ഭോഗ തത്പരനായിട്ട് രാഗത്തിലേക്ക് പോകുന്നു. അപ്പം ജ്ഞാനം കൊണ്ട് ഈ പ്രാകൃത ഭോഗം ജ്ഞാനത്താൽ അതിൻ്റെ മൂല്യശോഷണം കണ്ടു, മൂല്യമില്ല എന്ന് കണ്ടിട്ട് ജ്ഞാനത്താൽ മുക്തി എന്ന് പറയുന്നതിന് മൂല്യമുള്ളതായിട്ട് കാണുന്നു. അപ്പോൾ മുക്തി മൂല്യമായുള്ളതായിട്ട് കാണുന്നു, ഭക്തി ഈശ്വര ദർശനം തുടങ്ങിയിട്ടുള്ളത് മൂല്യമായിട്ടുള്ളത് കാണുമ്പോൾ ആ സമയത്ത് ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരൻ ലക്ഷ്യമാകുമ്പോൾ മനസ്സവിടെ ദൃഢതയെ പ്രാപിക്കും. ആ ദൃഢതയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് വൈരാഗ്യം എന്നത്. അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രാഗത്തിലേക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് വൈരാഗ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത, ഇതിനെയൊക്കെ സമ്യക്ക് ഉപാശ്രിത ആശ്രയിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ആശ്രയിച്ചിട്ട് ആ തരത്തിലുള്ള പരാനിഷ്ഠ, ജ്ഞാനനിഷ്ഠ, അതിനെ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് ഞാൻ പറയാം. അർജുന, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി.